പഴം കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ രണ്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് നെയ്യും പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പഞ്ചസാരയും മെൽറ്റ് ആവണം, നെയ്യും മെൽറ്റ് ആവണം. പഞ്ചസാര ഒന്ന് കാരമലായി വന്ന് തുടങ്ങുന്ന സമയത്ത് പഴം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കളറായിട്ട് വരുമ്പോൾ എടുത്ത് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡും ഒരു 3 കോഴിമുട്ടയും 1/4 കപ്പ് പാലും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് അങ്ങ് അടിച്ചെടുക്കാം. ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം പഴം ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ അടിച്ചെടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും മുകളിൽ പഴം നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.